അമ്മച്ചി, കഥ തുറക്ക്. അമ്മച്ചി, ഇതെന്നാ അമ്മച്ചി ഇത്? മനുഷ്യനെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. ഈ ചെറിയ അമ്മച്ചിക്ക് എന്നാ പറ്റി? ദേ എന്നെ പടുതയാ അമ്മച്ചി ഇത്. നാളെ വള്ളം കളിയാ, അതിനിടയിലെ ഒരു ഉറക്കം തൂങ്ങല്. വന്നേ, ഇങ്ങ് വന്നേ. പോയി സീപ്പിക്കുന്നില്ല, ചൂടായിട്ടൊരു ചായ എടുത്തുണ്ട് വാ. വല്യമ്മച്ചിയുടെ ചായ ഇപ്പോഴും അങ്ങോട്ട് ശരിയായിട്ടില്ല, അതുകൊണ്ടല്ലേ. വാ. കറിയാച്ചൻ എന്തിനാ അവിടെ വന്നത്? ഇതിലെ പോയപ്പോ വെറുതെ കേറിയതാ. കള്ളം! എന്റെ അമ്മച്ചിമാർ എന്തിനാ ഇയാളെ വെറുതെ ഇങ്ങനെ പേടിക്കുന്നത്? ആര് പേടിച്ചു മോനെ? കുട്ടനാട്ടിൽ വന്ന് ജീവിതം തുടങ്ങിയ കാലത്ത് ഈ കറിയാച്ചൻ സഹായിച്ച കഥ ഇതല്ലേ പറയാൻ പോണത്? കേട്ട് കേട്ട് മടുത്തു ഞാൻ. എന്നെ സഹായിച്ചു അമ്മച്ചി പറയുന്നത്. കണക്കപ്പിള്ളയായിട്ട് കൂടെ നടന്ന് ചെത്തിമറ്റത്തെ പണപ്പെട്ടി മുഴുവൻ കരണ്ട് തീർത്തതാണോ അയാൾ ചെയ്ത സഹായം? 6 മാസം അകത്ത് കടന്ന് പുറത്തിറങ്ങിയ 4-ാം പക്ക അയാൾ തത്തമ്പള്ളിയിലെ സ്വർണ്ണക്കട തുടങ്ങി, ആലപ്പുഴയിലെ തുണിക്കട തുടങ്ങി. ഇതിനൊക്കെ കാശ് എവിടുന്ന? ടൗണിന്റെ ഒത്ത നടുക്കുണ്ടായിരുന്ന ചെത്തിമറ്റത്തിന്റെ 4 കെട്ടിടങ്ങളെന്ന് അയാളുടെ പേരില്ല. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? ഓർമ്മ വെച്ച നാള് മുതൽ ഞാനിതൊക്കെ ചോദിക്കാൻ തുടങ്ങിയതാ. 2 പേർക്ക് അതിനുള്ള ഉത്തരം മാത്രമില്ല. കറിയാച്ചൻ എന്ന മഹാസമസ്യക്കുള്ള ഉത്തരം എനിക്കിന്ന് കിട്ടിയിരിക്കണം. ഒന്നിനെ പേടിക്കാത്ത എന്റെ അമ്മച്ചിമാര് ഇയാളെ എന്തിനങ്ങനെ പേടിക്കുന്നെന്ന്? വേണ്ട, ഇപ്പൊ വേണ്ട. നാളെ കളി കഴിഞ്ഞ് ട്രോഫിയുമായിട്ട് ഞാൻ ഈ മുറ്റത്ത് വന്ന് നിൽക്കുമ്പോ എന്റെ അമ്മച്ചിമാർ എനിക്ക് തരേണ്ട സമ്മാനം ഇതിനുള്ള ഉത്തരമായിരിക്കണം. അത്തിനന്തം പാടിയല്ലോ, ദിന്ദിനന്തം പാടിയല്ലോ, നമ്മളൊന്നാടേ പാടാൻ നമ്മളൊന്നാടേ. പണ്ടു പണ്ടു നാടുവാഴി തമ്പുരാക്കൾക്കായി നമ്മൾ തണ്ടു വലിച്ചേ മണി മഞ്ചൽ ചുവന്നേ. നാളെ ചെത്തിമറ്റത്തെ ചുണ്ടൻ നീറ്റിലിറങ്ങരുത്. ഇറങ്ങിയ അറിയാലോ, മണ്ണ് മാന്തി പഴയ നിധി വലിച്ചങ്ങ് പുറത്തിടും ഞാൻ. വഴിമുടക്കാൻ നിൽക്കുന്നവൻ അരിഞ്ഞു തള്ളിയ കറിയാക്കി ശീലം. അന്നും അതെ, ഇന്നും അതെ. ഇന്നും കൂടിയുള്ളൂ നമ്മുടെ ജീവിതമെന്ന് മനസ്സിലുറപ്പിച്ചു. കളി നടക്കും. ചെത്തിമറ്റത്തെ ചുണ്ടൻ ഒന്നാമനായി ജയിച്ചു കയറും. CP കോളേജിന്റെ ട്രോഫിയുമായി നമ്മുടെ കുഞ്ഞുമോനെ തത്തമ്പള്ളിക്കാർ മാനം മുട്ടുയർത്തുന്നത് മനസ്സ് നിറഞ്ഞ് നമ്മൾ കാണും. ഈ ചെല്ലത്തിൽ 2 മുറുക്കാനേ ഉള്ളൂ. ഒന്നെനിക്കും ഒന്ന് നിനക്കും. ശവന്തിനിക്കറിയാ, മണ്ണുമാന്തി നിധിയും പൊക്കി വരുമ്പോ അവന്റെ മുഖത്തൊന്ന് കാറിത്തുപ്പിട്ട് ഇതങ്ങ് വായിലേക്ക് വെക്കും. ആദ്യത്തെ ഉമിനീരിറങ്ങിയാലുടൻ എല്ലാം തീർന്നു കിട്ടാനുള്ള മരുന്ന് ഇതിലുണ്ട്. നമ്മള് കർത്താവിന് നിരക്കാത്തതായി ഒന്നും ചെയ്തിട്ടില്ല. അഥവാ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കർത്താവിന്റെ പിടിപ്പേടുകൊണ്ട. അതുകൊണ്ട് തന്നെ ഒരു കറിയാച്ചന്റെ മുന്നിൽ നമ്മൾ തോൽക്കില്ല, ഒരു ദൈവത്തിന്റെ മുന്നിലും തോൽക്കില്ല. പിടി
പൊക്കോടാ. ഈരാറ്റുപേട്ട ജംഗ്ഷനിൽ ഞാനൊരു 2 ഫ്ലെക്സ് കൂടി വെക്കുന്നുണ്ട്. ഭീമേട്ടൻ കോമഡിയിലേക്ക് ഇറങ്ങിയതോടുകൂടി ചിറ്റിപ്പോയത് മമ്മൂട്ടി മോഹൻലാലല്ലേ? ഇടി കൊള്ളാൻ അവർക്കൊരു എര വേണ്ടേ? ഒരു ഫോൺ. വന്നിട്ട് ഭീമേട്ട, ഇത് വല്യമ്മച്ചി, ചെറിയമ്മച്ചി. നമസ്കാരം അമ്മച്ചി. ചടങ്ങിന് സമയമായി. അതേ, ചടങ്ങ് കഴിഞ്ഞാൽ നേരെ മണർക്കാട് പള്ളിയിലോട്ട് പോരണം. പവലിയനിൽ 1ാം നിരയിൽ 1ാം സ്ഥാനത്തുണ്ടാവണം രണ്ടാളും. എന്നാ പിന്നെ തുടങ്ങിക്കോട്ടെ. ആയിക്കോളൂ. നാളെ ചെത്തിമറ്റത്തെ ചുണ്ടൻ നീറ്റിലിറങ്ങരുത്. ഐശ്വര്യമായിട്ട് ഒന്നാമനായി എല്ലാ ദൈവങ്ങളും ദൈവക്കൊന്നുമില്ല. കളി മുടങ്ങരുത്. നാട്ടുകാരുടെ മുമ്പിൽ കറിയാച്ചന്റെ ചുണ്ടനെ തോൽപ്പിച്ച് എന്റെ മക്കൾ ഒന്നാമനായി വരണം. എന്നിട്ട് വന്നാ മതി നീ ആശുപത്രിയിലേക്ക്. ഇറങ്ങ. അത് ശരിയാ, കളി മുടക്കരുത്. ഇറങ്ങ.